ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാവൃതാനനാം കളവേണുക്കൊണിതാദൃതാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം കണികാപി കാപി കാപി മഥശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സ്നേഹാരമച്യുതേന ശനകൈഃ ഹസ്താംഗുലീലാളിതാം ആതാമ്രാധരചുംബിതാമവിരണം രോമോത്സവാലങ്കൃതാം സ്വൈരം പായയിതും സ്വചർവിതരസം ഹന്താഹ്വയന്തീ സഖീഃ അത്യുച്ചേയംനിതരാം ഉദാരഹൃദയാം ആരാധയേ വംശികാം. ഗോപീജനങ്ങളോടൊപ്പം ശ്രീ ശുകബ്രഹ്മർഷിയോടൊപ്പം ചാണ്ഡില്യാദി ഋഷീശ്വരന്മാരോടൊപ്പം സുഹൃതനിധിയായിട്ടുള്ള ആ ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ സുഹൃതം, ആ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന ആ വേണുവിനെ നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഗോപികമാര് അന്ന് വൃന്ദാവനത്തില് ആനന്ദം അനുഭവിച്ചത്, അതേപോലെ നമുക്കും ആ ഗോപികളുടെ കൂടെ കുറച്ചു കാലമായിട്ട് രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഭഗവാന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഗോപികമാരുടെ യുഗളഗീതമാണ് നമ്മളിപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗോപികമാരും ഭഗവാനെ കുറിച്ച് ഓരോന്നും പറഞ്ഞു തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ മറ്റുള്ള ഒരു ഗോപി ആ കണ്ണന്റെ കഥ ആ പൂർത്തിയാക്കുന്ന ഒരു രീതി, ഇതാണ് യുഗളം എന്ന് പറയുന്നത്. നമ്മളിവിടെ 2-3 യുഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെ 2, 3, 4, 5, 6, 7 അങ്ങനെ 3 യുഗങ്ങള് 12 യുഗങ്ങളിൽ 3 യുഗളം പറഞ്ഞു. ഇനി 4ാമത്തെ യുഗളം നോക്കാം. 8ാമത്തെ ശ്ലോകവും 9ാമത്തെ ശ്ലോകവും. അനുചരൈ സമനുവർണിത വീര്യ ആദിപൂരുഷ ഇവാചലഭൂതി വനചരോ ഗിരിതടേഷു ചരന്തി വേണൂനാഹ്വയതി ഗാസ്തയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണു വ്യഞ്ജയന്ത്യ ഇവ പുഷ്പഫലാഢ്യാ പ്രണതഭാരവിടപാമധുധാരാ പ്രേമഹൃഷ്ടതനവ സസൃജുസ്മാ. അനുചരൈ സമനുവർണിത വീര്യ. വേറൊരു ഗോപി കൂട്ടുകാരികളോടായിട്ട് പറയാണ്, നോക്കൂ ഹേ കൂട്ടുകാരികളെ, ഈ കണ്ണൻ നേരത്തെ പറഞ്ഞു അല്ലെ, സ്ഥിരവിദ്യുൽ. കണ്ണന്റെ മാറത്ത് എപ്പോഴും ഒരു തേജസ് ഉണ്ടല്ലോ, ഒരു പ്രകാശം ഉണ്ടല്ലോ. എന്താ പ്രകാശം? ലക്ഷ്മി ഭഗവതിയാണ് അത് സദാസമയവും അല്ലെ മാറത്ത്. അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണനായിട്ടല്ല എനിക്ക് തോന്നുന്നത്, സാക്ഷാൽ അല്ലെ ആ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായിട്ട് തന്നെ തോന്നുകയാണ് അവിടെ.
അല്ല, ലക്ഷ്മി ഭഗവതി അല്ല, മഹാവിഷ്ണുവായിട്ട് തോന്നുകയാണ്. കാരണം എന്താണ്? സദാസമയവും ദാ മാറത്ത് എന്തെന്നില്ലാത്ത ഒരു തേജസ് അല്ലേ? അപ്പൊ അനുചരൈ സമനുവർണിത വീര്യ ആദിപൂരുഷ ഇവാചല ഭൂതി. ആദിപുരുഷൻ എന്ന പോലെ, അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന പോലെ. അവിടെ നോക്കൂ, സമനുവർണിത വീര്യ. അവിടെ ഗോപന്മാരുടെ കൂടെ ആ വനത്തില് കണ്ണൻ നടക്കുന്ന സമയത്ത് ആ ഗോപന്മാരൊക്കെ എന്ത് ചെയ്യും? എന്താ കണ്ണൻ ചെയ്ത ഓരോ ലീലകളെ കുറിച്ച് ഇങ്ങനെ കീർത്തിക്കും, വർണ്ണിക്കും. അവിടെ കണ്ണൻ ചെയ്തതായിട്ടുള്ള കാളിയമർദ്ദനവും അതുപോലെ തന്നെ ബകവധവും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ലീലകൾ, കണ്ണന്റെ കേമമായിട്ടുള്ള ഓരോരോ ലീലകൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ ഗോപന്മാര് കണ്ണനോട് തന്നെ പറയും. അപ്പൊ കണ്ണൻ എന്ത് ചെയ്യും? കണ്ണൻ ഇത് കേട്ട് ഇങ്ങനെ സന്തോഷിക്കും. അങ്ങനെ കേട്ട് സന്തോഷിക്കുമ്പം എന്താണ് ശരിക്ക്? ഭഗവാനായതുകൊണ്ട് ഈ സന്തോഷിക്കുന്നതിന്റെ കാര്യം എന്താണ് ശരിക്ക്? ആലോചിച്ചിട്ടുണ്ടോ? ഭഗവാൻ സന്തോഷിക്കുന്ന വേറൊന്നുമല്ല, ഈ ഗോപന്മാർക്ക് ചിന്തിക്കാൻ ഇതാണല്ലോ ഉണ്ടായത് എന്ന് തോന്നും അവിടെ, അല്ലേ? ഇതിന് പകരം നമ്മള് രാജാക്കന്മാരെയോ മുഖ്യമന്ത്രിയെയോ അല്ലെ വിദ്യാഭ്യാസ മന്ത്രിയെയോ അല്ലെ മന്നവേന്ദ്ര അല്ലെ വിളങ്ങുന്നു നിൻമുഖം, ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ നമ്മള് അവിടെ ആലങ്കാരികമായിട്ടൊക്കെ പ്രയോഗിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അല്ലെ പ്രതീക്ഷകളെ കൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ ആ എല്ലാവരെയും വർണ്ണിക്കുന്നത്. എന്നാൽ ഇവിടെ ശരിക്കും ഇവർക്ക് എന്താണ്? തന്നെ കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചല്ലോ. ആ ഉള്ളില് കണ്ണനെ കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചതില് അവർക്ക് അതിനൊരു ഭാഗ്യമുണ്ടായതല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാ ആ കണ്ണൻ ദാ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു. അവരിങ്ങനെ വർണ്ണിച്ച് കൂടെ ഇങ്ങനെ പാട്ടും പാടിക്കൊണ്ട് ഓരോരോ വാഴ്ത്തിച്ചുകൊണ്ട് ആദിപൂരുഷ ഇവാചല ഭൂതി. അപ്പം ആദി പുരുഷൻ എന്നുള്ള രീതിയിൽ അവിടെ ഇവ അചലഭൂതി, യാതൊരുവിധ ചാഞ്ചല്യവും ചലനവും ഇല്ലാത്ത രീതിയിൽ ആ ലക്ഷ്മി ഭഗവതിയുടെ ശ്രീത്വം, അതാണ് ആ ഭൂതി എന്ന് പറയുന്നത്. അതാണ് ലക്ഷ്മി ഭഗവതിയുടെ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്നതായിട്ടുള്ള ആ കണ്ണൻ കൂട്ടുകാരോടുകൂടി നടക്കുന്ന സമയത്ത് അവരുടെ വർണ്ണനകൾ കേട്ട് ആസ്വദിച്ചുകൊണ്ട്, എന്നിട്ടോ വനചരോഗിരിതട്ടേഷു ചരന്തി, അവിടെ ആ വനത്തിലിങ്ങനെ കണ്ണൻ ഇങ്ങനെ മുമ്പേ പോകും, പുറകിൽ ഗോപന്മാരെന്താ ചെയ്യുന്നേ? കൃഷ്ണ രാമ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ. കൃഷ്ണൻ ചെയ്ത ഓരോ ലീലകളൊക്കെ പാടി കണ്ണനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകും. അപ്പൊ കണ്ണൻ തിരിഞ്ഞൊന്ന് നോക്കുമ്പോ ഒരു ചിരിയുണ്ട്. എന്താ ഐശ്വര്യം! ആ ചിരിയാണ് ഈ ഗോപി കണ്ടതെന്നാണ് പറയാ. ആ ഗോപന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഗോപന്മാര് വർണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ണന്റെ കള്ളച്ചിരിയാണോ യഥാർത്ഥ ചിരിയാണോ, എന്തായാലും അത് കാണുമ്പോഴത്തേക്കും എന്താ മാറിലുള്ള തേജസ്, ആ ലക്ഷ്മി ഭഗവതിയുടെ അചലഭൂതിയായിട്ടുള്ള ആ ശ്രീത്വം ലവലേശം പോലും വിട്ടുപോകാത്തതായിട്ടുള്ള ഒരു ആനന്ദത്തെ, ആ സൗന്ദര്യത്തെ കാണാൻ എന്തൊരു ഭംഗിയാ ഗോപികമാരെ എന്ന് ഒരു ഗോപി അവിടുന്ന് പറയുകയാണ്. അപ്പൊ കണ്ണൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, എന്നിട്ടോ കണ്ണൻ പോകുമ്പോ എന്താണ്? എന്നാ ഈ ഗോപന്മാരുടെ ഈ പാട്ടുകൾ കേട്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് പോകുന്ന കണ്ണൻ എന്താ ചെയ്യാ? വേണുനാഹ്വയതിഗാസയദാഹി. അപ്പൊ ഗോപന്മാര് പുറകിൽ പാട്ട് പാടുന്നു, ഇടയ്ക്ക് കണ്ണൻ തിരിഞ്ഞു നോക്കും, ചിരിക്കുന്നു. പക്ഷെ ഈ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? തന്റെ ആ വേണുഗാനം മുരളിയെടുത്ത് എങ്ങനെയാണോ ഗോപന്മാര് പാട്ട് പാടുന്നത് അതേപോലെ കണ്ണനും പാടും. എന്നിട്ട് എന്താ ചെയ്യാ? എന്തിനാ പാട്ട് പാടുന്നത്? ഓരോ പാട്ടുകൾ പാടുമ്പോഴേക്കും ദാ നന്ദിനിക്കുട്ടിയും ആ എന്താണ് അവിടുത്തെ പശുക്കൾ മുഴുവൻ, മേയ്ക്കാൻ വിട്ടതായിട്ടുള്ള പശുക്കൾ മുഴുവൻ തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അപ്പം ഈ ഗാനം ആലപിക്കുവാൻ വേണ്ടിയിട്ടും പശുക്കളെ വിളിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ കാരണം എന്താണ്? ഈ വേണുവാണ് എപ്പോഴും തൻ്റെ കൂടെയുള്ളത്. അപ്പൊ ആ വേണു വായിച്ചുകൊണ്ട് പശുക്കളെ വിളിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള രംഗം കാണേണ്ടതാണ് എൻ്റെ ഗോപി എന്ന് ഒരു ഗോപി പറഞ്ഞപ്പോഴത്തേക്കും ആ ഗോപികൾക്ക് ആ മറ്റൊരു ഗോപി വന്ന് പറഞ്ഞു, നീ അത് മാത്രമേ കണ്ടുള്ളോ? നീ കണ്ടോ? നീ ആ പരിസരം മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നീ ആ കാട്ടിലെ വൃക്ഷലതാദികള് ചെയ്യുന്നത് വനലതാസ്തരവാത്മനി വിഷ്ണു
വനലതാസ്തരവ ആത്മനിവിഷം, ആ തരുക്കള്, വൃക്ഷങ്ങള്, ആ തളിരുകള്, ആ വനത്തിലുള്ള വൃക്ഷങ്ങളും തളിരുകളും ഒക്കെ ആത്മനി വിഷ്ണു, ആ ഉള്ളില് കണ്ണനെ മുഴുവൻ നിറച്ചുകൊണ്ട് ശുദ്ധഭാവത്തോടുകൂടി വ്യഞ്ജയന്ത്യ ഇവ പുഷ്പഫലാഢ്യാഹ, അവരുടെ നിറഞ്ഞ് ഓരോ സസ്യങ്ങളിലും ഫലങ്ങളുള്ള സസ്യങ്ങൾ, വൃക്ഷങ്ങൾ മുഴുവൻ ഫലങ്ങൾ നിറഞ്ഞ്, പൂക്കളുള്ള ചെടികൾ മുഴുവൻ പൂക്കൾ നിറഞ്ഞുകൊണ്ട് അതെല്ലാം എന്താണ്, പ്രണതഭാര വിടപാമധുധാരാഹ, അവരെന്താണ്, അവരെ ഈ ഫലങ്ങൾ മുഴുവൻ ആ വൃക്ഷം എന്താണ് ചുവന്നുകൊണ്ട് അതിങ്ങനെ കൊമ്പ് താന്ന് 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 ആ കണ്ണന്റെ ആ തൃപ്പാദങ്ങളിലേക്ക് നിവേദ്യമായിട്ട് ആ ഫലങ്ങൾ സമർപ്പിക്കുന്നത് പോലെ, ആ പുഷ്പങ്ങൾ അർച്ചിക്കുന്നത് പോലെ നിൽക്കുന്നത് കണ്ടോ. പ്രേമഹൃഷ്ടതനവസൃജൂസ്വ, എന്നിട്ടോ ആ പ്രേമത്തോടു കൂടിയിട്ട് രോമാഞ്ചമണിഞ്ഞതായിട്ടുള്ള ശരീരത്തോടു കൂടിക്കൊണ്ട് ആ പൂന്തേൻ ധാരകളെ ചൊരിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ ഓരോ പുഷ്പങ്ങളിൽ നിന്നും ഊറി വരുന്നതായിട്ടുള്ള ആ തേൻ ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് അർപ്പിക്കുന്നത് പോലെ ആ ഫലങ്ങളിൽ ഉണ്ടാകുന്ന മാധുര്യത്തിന്റെ തേൻ, അതെല്ലാം കണ്ണന് തനിക്കുള്ളതെല്ലാം അത് മുഴുവൻ കണ്ണനായിട്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെ കണ്ടുവോ ഗോപി എന്ന് അവിടെ ചോദിക്കുന്നതായിട്ടുള്ള രംഗം. ഇതാണ് ഭക്തന്മാർക്ക് മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ചരവും അചരവുമായിട്ടുള്ള വസ്തുക്കളിൽ പോലും ആ ഭക്തിയെ കണ്ടെത്തുന്നതായിട്ടുള്ള ഗോപികമാരുടെ ഭക്തി, അതിലേക്കൊക്കെ നമുക്ക് ഉയരാൻ സാധിക്കണം അല്ലെ. നോക്കൂ, ഇന്നലെ നമുക്ക് കാണിച്ചു തന്നു നദികള് അല്ലെ, യാതൊരുവിധ ജീവൻ പോലും ഇല്ലാത്തതായിട്ടുള്ള നദികൾക്ക് പോലും ഒരു ജീവൻ കൊടുത്തുകൊണ്ട് ആ നദികളുടെ ഉള്ളിലുള്ള മനസ്സിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ ഗോപികമാർക്ക് സാധിക്കുന്നു. എങ്കിൽ എന്തേ അതൊക്കെ അങ്ങനെയൊക്കെ സാധിക്കാൻ കാരണം? തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഭാവമാണ്. അപ്പം കൃഷ്ണൻ അവിടെ പറയുകയാണ്, അവിടെ പറയുന്നുണ്ട്, കൃഷ്ണൻ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു തുളസിമാല, ആ തുളസിമാലയുടെ മഹത്വം മറ്റ് പുഷ്പങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറയാണ്. അപ്പൊ ആ തുളസിയുടെ ആ തേൻ, അതിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ഉന്മത്തമായിട്ടുള്ള വണ്ടുകള് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉറക്കെ പാടുന്നു. അവിടെ ഹരിഹരി ശബ്ദം അവിടെ ഇതാവുന്നു. അപ്പം ആ ഭഗവാനോ, എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു, ആ വണ്ടുകളുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് അതേപോലെ ഓടക്കുഴലിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അതിങ്ങനെ ആ ഹരിശബ്ദം അവിടുന്ന് മുഴക്കുവാൻ വേണ്ടി ആരംഭിക്കും. ഇങ്ങനെ ആ കൃതജ്ഞതയോടുകൂടി ആ വണ്ടുകളെ അനുകരിക്കുന്നതായിട്ടുള്ള കണ്ണനെ കണ്ടോ സഖി? നോക്കൂ, അവിടുന്ന് ആ ചുണ്ടിൽ ചേർത്തുകൊണ്ട് ആ മൃദു സ്വരങ്ങള് പൊഴിക്കുന്നതായിട്ടുള്ള കണ്ണനെ എന്തോ, ആ കണ്ണൻ മൃദു സ്വരങ്ങള് പൊഴിക്കുമ്പോഴേക്കും അവിടെ ചുറ്റുമുള്ള അരയന്നങ്ങള്, അതുപോലെ തന്നെ കൊക്കുകള്, ജലജീവികളായിട്ടുള്ള ചക്രവാകം തുടങ്ങിയതായിട്ടുള്ള ആ ജലജീവികള്, പക്ഷികള്, ഇവരുടെ ഒക്കെ മനസ്സിനെ എന്തെന്നില്ലാതെ ആ കണ്ണന്റെ വേണുഗാനത്തിലേക്ക് ആകർഷിക്കുന്നു. കണ്ണൻ പറയുന്നത് എന്താണ്, വണ്ടുകൾ പാടിയ പാട്ടുകൾ ഞാന് പാടിയത് കൊണ്ടാണ്, നോക്കൂ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ വണ്ടുകൾക്ക് കൊടുത്ത ഒരു വലിയൊരു മഹനീയമായിട്ടുള്ള സ്ഥാനം അല്ലേ. അങ്ങനെ അവര് ആ ഭഗവാന്റെ അടുത്ത് സമീപിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് മൗനം പാലിച്ചുകൊണ്ട് ആ കൊക്കുകളും അതുപോലെ തന്നെ അരയന്നങ്ങളും ഒക്കെ തീവ്രമായിട്ടുള്ള ഒരു ധ്യാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യഥാർത്ഥമായിട്ടുള്ള ഒരു ജ്ഞാനം അല്ലെ, ആ ജ്ഞാനശക്തി അത് ശരിക്ക് എന്താണ്, എപ്പോഴാണോ സ്ഥൂലമാകുന്നത്, ജാഗ്രത ആകുമ്പോൾ എല്ലാത്തിനുമുള്ള ആ ഏകസത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ ഒരു ചൈതന്യം, ആ അദ്വൈത ഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാണ്. നമുക്ക് ശരിക്കും എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള ഈ ഒരു മനോമയ കോശത്തില് നമുക്ക് സ്ഥിരമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇതാണ് നമ്മളുടെ ഉള്ളില് പലതരത്തിലുള്ള ഭേദബുദ്ധികൾ നമുക്ക് ഉണ്ടാകും അവിടെ ഈ ഒരു മനോമയ കോശത്തിൽ ഇരിക്കുമ്പോൾ. എന്നാൽ ഇതിൽ നിന്ന് വിട്ട് വിജ്ഞാനമയ കോശത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭേദബുദ്ധിയൊക്കെ കുറേശ്ശെ ഇല്ലാണ്ടായിക്കൊണ്ട് ആ യഥാർത്ഥത്തില് ആ തേനിന്റെ അവസ്ഥ എന്താണ് ശരിക്ക്? തേൻ എങ്ങനെയാണ്? പല വൃക്ഷങ്ങളിലും ഈ തേൻ ചെന്നിരുന്ന് പല പൂക്കളുടെയും രസം അതിനകത്തുണ്ടാവും അല്ലേ. അപ്പൊ ഈ തേനിനകത്ത് പല വിധത്തിലുള്ള രസങ്ങൾ ഉണ്ടെങ്കിൽ ഈ
രസങ്ങളെ ഒന്നും ഒരിക്കലും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും അത് വേർതിരിച്ച് എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അപ്പം അതുപോലെ അങ്ങനെ സാധ്യമല്ലാതെ വരുമ്പോൾ ഈ നദികളൊക്കെ സമുദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ കുളമെന്നോ കിണറെന്നോ വല്ല പേരുണ്ടോ അവിടെ? ഒന്നുമില്ല. ആ പേരും നാമരൂപങ്ങൾക്ക് അവിടെ തിരിച്ചുകൊണ്ട് ആ നദികളിൽ ചേർന്ന് ഒന്നാകുന്നത് പോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ജീവൻ, അല്ലെ, ആ ജീവന് ഭഗവാനില് ഒരു തന്മയത്വം വരുമ്പോൾ അവിടെ നാമമോ രൂപമോ ഇന്ന ആളെന്നോ മനുഷ്യനെന്നോ ജീവിയെന്നോ മൃഗമെന്നോ എന്നുള്ള ഒരു വേർതിരിവ് അവിടെ ഇല്ലാതെ ആ ബ്രഹ്മത്തിൽ ചേർന്ന് അഭിന്നമായിട്ട് മാറുന്നു അവിടെ. ഈ അവസ്ഥയാണ് ശരിക്ക് എന്താ പറയാ, ബ്രഹ്മ സംബന്ധം, ജീവാത്മാ പരമാത്മാ ബന്ധം, ഐക്യം പറയുന്ന അവിടെ. അപ്പൊ ഈ അരയന്നങ്ങളെ പോലെ, അല്ലെ, ഈ സാരസ പക്ഷികള്, ഇവരൊക്കെ എപ്പോഴും ഇവരൊക്കെ ചേർന്ന് ഇവരൊക്കെ നടക്കുള്ളൂ എന്ന് പറയാണ്. ചേർന്നേ അവർ നടക്കാറുള്ളൂ. അപ്പം അത് പുരുഷനും പ്രകൃതിയും അഥവാ ഭഗവാനും ജഗത്തും ഒരിക്കലും ഭിന്നം അല്ലെന്നുള്ള ബോധത്തെയാണ് അവിടെ കാണിക്കുന്നത് എന്ന് പറയാണ്, ചേർന്ന് നടക്കുന്നവരെ കാണിക്കുന്നത്. ഈ ഒരു തന്മയതാ ബോധമാണ് ഈ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സജ്ജനങ്ങളാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഈ പ്രകൃതി പുരുഷ ബന്ധത്തിലേക്ക് എപ്പോഴും ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പൊ കലയിൽ തൻ്റെ ആത്മാവിനെ, തൻ്റെ ഉള്ളിലുള്ള ആ മനസ്സിൽ തൻ്റെ ഉള്ളിൽ ആത്മാവിനെ കാണാൻ ശ്രമിക്കുക. അതായത് ആത്മാവിനെ ജാഗ്രതാക്കാൻ ശ്രമിക്കണം എന്നർത്ഥം, അതിനെ ഉറപ്പിക്കണം എന്നർത്ഥം. അതാണ് ഇവിടെ ദർശനീയ തിലക എന്ന് ശ്രേഷ്ഠന്മാര് പറയുന്നതിൻ്റെ അതാണ്. വൃന്ദാവന ഭൂമിയിലെ ആ വർണ്ണധാതുക്കളാൽ സമ്പന്നമായതായിട്ടുള്ള മണ്ണുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഗോപിക്കുറി, അല്ലെ, ദർശനീയ തിലക. ആ ഗോപിക്കുറി എന്നും അർത്ഥവത്തായിട്ടുള്ള ആ ഗോപി. അതുപോലെ വൃന്ദ എന്ന് പറഞ്ഞ തുളസി, അല്ലെ. അപ്പൊ വിശേഷ സുഗന്ധമൊന്നും തുളസിക്ക് നമുക്ക് ഇല്ലെങ്കിൽ പോലും പുലർച്ചെ ആ ഇന്ദ്രിയാതീതമായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു സുഗന്ധം, തുളസി ഗന്ധം. അതുപോലെ തന്നെ വണ്ടുകളും, അല്ലെ, മന്ദാരകുന്ദ കുരവോൽപല ചമ്പകർണ പുന്നാഗനാഗ ബഹുളാംബുജ പാരിജാത ഗന്ധേർച്ചിതേ തുളസികാഭരണേന തസ്യാ യസ്മിൻ സ്തപ സുമനസോ ബഹുമാനയന്തി. അല്ലെ, ആ വൈകുണ്ഠത്തിലെ ഏറ്റവും സുഗന്ധമുള്ള, ഇതൊക്കെ തൃതീയത്തിലെ വൈകുണ്ഠത്തില് ഉള്ള ആ വർണ്ണനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ മഹാത്മ്യം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും സുഗന്ധമായിട്ടുള്ള ചെടികൾ പോലും മന്ദാരം, അല്ലെ, അതുപോലെ തന്നെ കുരുക്കുത്തിമുല്ല, ഉൽപ്പലം, ആമ്പല്, അതുപോലെ തന്നെ പുന്നാകം തുടങ്ങിയതായിട്ടുള്ള നാഗപ്പൂവ്, ഇങ്ങനെയുള്ള ധാരാളം സുഗന്ധങ്ങൾ പേറി നടക്കുന്നതായിട്ടുള്ള ചെടികൾ പോലും ആ തുളസിയുടെ വിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങളെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. മന്ദാരകുന്ദ കുരവോൽപ്പല ചമ്പകാർണ പുന്നാഗനാഗ ബഹുളാംബുജ പാരിജാതാഹ ഗന്ധേ അർച്ചിതേ തുളസികാഭരണേന തസ്യ. ആ ഭഗവാന്റെ മാറത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള തുളസിയുടെ മഹാത്മ്യങ്ങളെ ഇങ്ങനെയുള്ള പുഷ്പങ്ങൾ പറയാണ്, ഈ തുളസി ചെയ്തതായിട്ടുള്ള തപസ് എന്താണെന്നാണ്, അല്ലെ. ഈ തുളസി ചെയ്തതായിട്ടുള്ള തപശ്ചര്യ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു പുഷ്പങ്ങളെല്ലാം ബഹുമാനിക്കുന്നു അവിടെ. ആ മുരളിയില് നിറയ്ക്കുന്നതായിട്ടുള്ള അധുരാമൃതം മുഴുവൻ ബഹുവർണ്ണങ്ങളായിട്ടുള്ള പല വിധത്തിലുള്ള രാഗങ്ങളായിക്കൊണ്ട് എല്ലാവരിലേക്കും എത്തുമ്പോൾ ആ ഗോപികള് അത് ഓരോന്നോരോന്നായിട്ട് അവിടെ ആസ്വദിക്കാൻ ഭാഗ്യം ചെയ്തതായിട്ടുള്ള ഗോപികള്. അപ്പൊ അവിടെ ശരിക്ക് ഗംഭീരമായിട്ട് അവിടെ കാണിച്ചു തരികയാണ് നമുക്ക് ഈ വൃക്ഷങ്ങളുടെ മഹത്വം, അല്ലെ. പറയാറില്ലേ, പരോപകാരായം ഇതം ശരീരം, അല്ലെ. പുണ്യതമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂഴൽ വിളി കേട്ട നേരം തേനിറ്റു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞൂടൻ
മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. ഭഗവാൻ നേദിക്കുവാൻ നിവേദ്യ സാധനങ്ങൾ എന്നുള്ള രീതിയില് ഹേ ഗോപികമാരെ ആ വൃക്ഷലതാദികൾ നിൽക്കാൻ കിട്ടുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ? യഥാർത്ഥത്തില് ഈ വൃക്ഷങ്ങളൊക്കെ അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവര് ഈ പറഞ്ഞതുപോലെയുള്ള എന്താണ് ഓരോ ഫലങ്ങള് പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അല്ല, അന്യർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അല്ലെ? മരങ്ങൾ സൂര്യാഭിമുഖം തപിച്ചു സിദ്ധിച്ചതാം സൽഫലജാലമെല്ലാം കൊടും വെയിൽ കൊണ്ടിട്ടു തണലേകുന്നു വൻമരം. നിനക്കു ദുഃഖം വന്നാലും നീ അന്യനു തുണയ്ക്കണം. മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും സമ്മാനമേകുന്നു. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് മരങ്ങളുടെ ജീവിതം? മരങ്ങളുടെ ജീവിതം മുഴുവൻ നിസ്വാർത്ഥമായിട്ടുള്ള ഈ വെയിലും തണുപ്പും അല്ലെങ്കിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മറ്റുള്ളവർക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് മരങ്ങള്. അതുകൊണ്ട് ഗോപി പറയുന്നു, നീ ആ മരങ്ങളെ നോക്കൂ, അവർക്ക് എത്രയൊക്കെ ആയാലും അല്ലെ, അവരെല്ലാം എന്താണ് ശരിക്കും അവര് തപസ് ചെയ്യാണ്. സൂര്യാഭിമുഖം തപിച്ചു സിദ്ധിച്ചതാം സൽഫലജാലമെല്ലാം അല്ലെ, സൂര്യനെ അഭിമുഖമായിക്കൊണ്ട് വെയിലേറ്റുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് തന്റെ ഫലങ്ങൾ ഉണ്ടായത് മുഴുവൻ എന്താണ്? അത് മുഴുവൻ മറ്റുള്ളവർക്കായിട്ട് ദാനം ചെയ്യുന്നതോടെ. അങ്ങനെയുള്ള മരങ്ങള് നോക്കൂ, ഭഗവാനെ നമസ്കരിക്കുന്നത് കാണുന്നില്ലേ? ആ കൊമ്പുകള്, ആ തളിരുകള് താന്ന് വന്ന് ആ കണ്ണന്റെ പാദങ്ങളിൽ വന്ന് മുട്ടുന്നത് പോലെ കാണാൻ സാധിക്കും. ഫലങ്ങൾ വന്ന് കണ്ണന്റെ പാദങ്ങളിൽ വന്ന് മുട്ടുന്നത് പോലെ നമസ്കരിക്കുന്ന ആ വൃക്ഷങ്ങളെ കാണുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ മറ്റൊരു ഗോപി അവിടെ പൂരിപ്പിച്ചു. അപ്പം ആദ്യത്തെ ഗോപി പറഞ്ഞത് എന്തായിരുന്നു? ഒന്നുമില്ല, കണ്ണൻ മഹാവിഷ്ണു ആണോ എന്ന് തോന്നിപ്പോവുകയാണ്. ആ ആ ഗോപന്മാരുടെ കീർത്തനങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണൻ തന്റെ വേണുഗാനം കൊണ്ട് പശുക്കളെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗോപി പറയാണ്, അത് മാത്രമാണോ? നീ നോക്കൂ പരസ്പരം, നീ മനുഷ്യന്മാരെ മാത്രമേ കാണുന്നുള്ളോ? നോക്കൂ വൃക്ഷങ്ങൾ എങ്ങനെയാ നിൽക്കുന്നതെന്ന്. ആ കണ്ണന്റെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ആ തളിരുകളെല്ലാം കണ്ണന്റെ പാദങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിൽക്കുന്ന ആ വൃക്ഷങ്ങളെ കണ്ടോ ഗോപി എന്ന് ചോദിച്ചതായിട്ടുള്ള അടുത്ത യുഗളം. എന്ത് ഭംഗിയായിട്ടുള്ള കാവ്യഭാവന അല്ലെ? നമുക്കൊക്കെ ഇങ്ങനെ വൃക്ഷങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ നദികളെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? ഇവർക്കൊക്കെ ജീവൻ കൊടുക്കുന്നത് ആരാണ്? ഇതുപോലെയുള്ള ഗോപികമാരെ പോലെയുള്ള ഭക്തന്മാരാണ്. എല്ലാത്തിലും അതാണ് ചരവും അചരവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണാൻ സാധിക്കുക. ആ ഒരു രണ്ട് ശ്ലോകങ്ങൾ അടങ്ങുന്ന യുഗളത്തെ നമുക്ക് ഇന്നത്തെ ഭഗവാന്റെ പാദങ്ങളിൽ ഇത് സമർപ്പിക്കാം. അനുചരൈ സമനുവർണിത വീര്യ ആദിപൂരുഷ ഇവാചലഭൂതി വനച്ചരോ ഗിരിതടേഷു ചരന്തി വേണുനാഹ്വയതി ഗാസയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണു വ്യഞ്ജയന്ത്യ ഇവ പുഷ്പഫലാഢ്യാഃ പ്രണതഭാരവിടപാമധുധാരാ പ്രേമഹൃഷ്ടതനവഃ സസൃജുസ്മാ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.